സമയം എന്ന പ്രതിഭാസം. ഭാഗം 4. സൗരമണ്ഡലപ്രാപ്തമായി ജീവൻ ദേവൻ എന്ന അവസ്ഥ പ്രാപിച്ചു നിൽക്കുന്നതിലൂടെ കാണാനാവുന്നത് ചാന്ദ്രമണ്ഡലം എന്നത് സാധാരണ ജീവനുകളായ പിതൃക്കൾ നിറഞ്ഞു നിൽക്കുന്നതും സൂര്യൻ്റേത് കാരണശേഷിയായി പ്രവർത്തിക്കാവുന്ന തരത്തിൽ ഏറിയ കാലത്തേക്കുള്ള കർമ്മശേഷി ആർജിച്ചു നിൽക്കുന്ന ജീവനുകളുടെ മണ്ഡലവും ആകുന്നുവെന്നാണ്. ജീവന്റെ പ്രവർത്തനം ശേഷി വ്യതിയാനങ്ങളും അവസ്ഥാവ്യതിയാനങ്ങളുമായി സ്ഥൂലാവസ്ഥയിൽ പ്രത്യക്ഷമാകുന്നത് പോലെ തന്നെ പ്രപഞ്ച സൂക്ഷ്മവിശേഷങ്ങളെ ഉൾക്കൊള്ളേണ്ടുന്ന അനിവാര്യത നിമിത്തം പ്രകൃതിയുടെയും സൗരയൂഥത്തിൻ്റെയും എല്ലാ ഭാഗങ്ങളിലായും യോഗ്യതയ്ക്കനുസരിച്ചും കാലത്തിനനുസരിച്ചും ജീവന് സൂക്ഷ്മതര സ്വാധീനമായി നിലകൊള്ളേണ്ടതായി വരുന്നു. പ്രാപഞ്ചികമായ മഹാപൂർണതയ്ക്കുള്ളിൽ സൂര്യൻ എന്നത് അത്രത്തോളമായ സ്വയം പൂർണതയും കാരണശേഷിയും ആയതുകൊണ്ട് ആ മണ്ഡലത്തോളം എത്തിപ്പെടുന്ന ജീവനുകളും അത്രത്തോളമായൊരു സ്വയം പൂർണതയും കാരണശേഷിയും തന്നെ ആയിത്തീരുകയും ചെയ്യുന്നു. ശേഷി നിമിത്തവും അറിവ് നിമിത്തവും സൗരമണ്ഡലത്തിൻ്റെ കാരണ സൂക്ഷ്മ ഗുണങ്ങൾ ആർജിച്ചു നിൽക്കുന്ന ഓരോ ജീവനും പിന്തുടർന്നു വരുന്ന മനുഷ്യ സമൂഹത്തിന് വേണ്ടുന്ന അറിവും ഊർജവും ആയിത്തീരുകയും ഇക്കൂട്ടരെ ആശ്രയിക്കുന്നവർക്ക് സ്വന്തം ജീവന്റെ യോഗ്യതയ്ക്ക് ആനുപാതികമായി ദേവന്റെ ശേഷിയിൽ നിന്ന് ഗുണഫലങ്ങൾ ലഭ്യമാവുകയും ചെയ്യുന്നു. സൂര്യന് ചുറ്റുമായുള്ള ഒരു ഭ്രമണം 365 ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കി വരുന്ന ഭൂമിയുടെ അനുഭവം എന്നത് താത്വികമായി ദേവന്റെ ഒരു ദിവസമായി അനുഭവപ്പെടുന്ന സ്ഥിതിയുമുണ്ടാവുന്നു. എന്ന് പറയുമ്പോൾ ഭൂമി ഒരു പ്രാവശ്യം സൂര്യനെ ഭ്രമിക്കുന്നതോടുകൂടി ദേവതരമായ ശേഷിയിൽ എത്തി നിൽക്കുന്ന ജീവന് പ്രാപഞ്ചികമായ അനുഭവ ചക്രത്തിൻ്റെ ഏറ്റവും ചെറിയൊരു അവസ്ഥ പൂർത്തിയാവുന്നതായി വരുന്നു. സൗരമണ്ഡല പ്രാപ്തമാവുന്ന ജീവനെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവന് ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഒരു ദിവസം എന്നതുപോലെയുള്ള ഒരു അനുഭവ പൂർത്തീകരണമാവുന്നു. അതായത് ഭൂമിയുടെ സ്വയം ഭ്രമണത്തിലൂടെ സംഭവിക്കുന്ന മനുഷ്യൻ്റേതായ ഭൗമദിനം, ചന്ദ്രൻ്റെ ഒരു ഭ്രമണ പൂർത്തീകരണത്തിലൂടെ സംഭവിക്കുന്ന പിതൃവിൻ്റേതായ ചാന്ദ്രദിനം, ഭൂമിയുടെ വാർഷിക ഭ്രമണത്തിലൂടെ സംഭവിക്കുന്ന ഒരു ദേവദിനം എന്നിങ്ങനെ അനുഭവ പൂർത്തീകരണത്തിൻ്റെതായ പ്രാപഞ്ചികമായ മൂന്നാമത്തെ ഘട്ടം ദേവാവസ്ഥ പ്രാപിക്കുന്നതിലൂടെ ജീവൻ പിന്നിടുന്നു. ഭൂമിയുടെ 365 ദിവസത്തെ ഭ്രമണം എന്ന പൂർത്തീകരണത്തിന് ശേഷവും ഭ്രമണഗതി പഴയതുപോലെ തന്നെ തുടരുന്നതിനാൽ സൗരമണ്ഡലപ്രാപ്തമായ ജീവനുകൾക്ക് അത് സൂര്യദിനം എന്ന അനുഭവത്തിൻ്റെ തുടർച്ച നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇவ்விധം സൗരമണ്ഡലത്തിൽ എത്താൻ പ്രാപ്തമാവുന്ന ജീവന്റെ അവസ്ഥയ്ക്ക് ഇച്ഛാശക്തിയും പ്രവർത്തന വൈഭവവും ഫലപ്രാപ്തിയും തൽഫലമായി സുഖവും അനുഭവിക്കുന്നതിന് ജ്വലിച്ചു നിൽക്കുന്ന പ്രവർത്തനക്ഷമത എന്ന നിലയിൽ സാധ്യമാവുകയും ചെയ്യുന്നു. സൗരമണ്ഡല പ്രാപ്തമാവുന്ന ദേവൻ എന്ന ജീവാവസ്ഥയെ ഉജ്ജ്വലമായ ഇച്ഛാശക്തിയും പ്രവർത്തനശേഷിയും അതിനൊത്ത ഫലപ്രാപ്തിയുമായി എടുത്തു കാണാൻ കഴിയുകയും ചെയ്യുന്നു. പൗരാണിക ഭാരതീയ വിചാരങ്ങളിലെയും ഗ്രീക്കിലെയും മറ്റ് സംസ്കാരങ്ങളിലെയുമെല്ലാം നേതൃജീവനുകളായ ദേവീദേവ സങ്കല്പങ്ങൾ മുൻപറഞ്ഞ പ്രകാരം വിരാജിച്ച് നിന്നിട്ടുള്ള മനുഷ്യജീവനുകളെ ചുറ്റിപ്പറ്റി ഉത്ഭവിച്ചതുമാണ്. ഉന്നതമായ പ്രവർത്തനശേഷിയും വീരപരിവേഷങ്ങളും സൗഭാഗ്യങ്ങളും കൊണ്ട് ആരാധനാമൂർത്തികളായി നിലകൊള്ളുന്ന ദേവീദേവ സമൂഹങ്ങളും അവരെപ്പോലെ തന്നെ അറിവും പ്രവർത്തനക്ഷമതയും സൗഭാഗ്യങ്ങളുമായി വിരാജിക്കുന്ന വർത്തമാനകാലത്തിൻ്റെ വലിയ ശതമാനം മനുഷ്യരും ദേവസ്ഥാനത്ത് എത്തി നിൽക്കുന്നവരും മരണാനന്തരം ദേവസങ്കല്പതരമായ ഒരു മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യാനാവുന്ന ജീവനുകളുമാണ്. കാരണോർജമായി പ്രവർത്തിക്കേണ്ടുന്ന ജീവന്റെ പരമോന്നതാവസ്ഥ എന്നതാകട്ടെ സൗരമണ്ഡല പ്രാപ്തി എന്ന സങ്കല്പ പരിധിക്ക് അപ്പുറം പോകുന്നതുമാണ്.
അടിസ്ഥാനപരമായി ജീവന് സൗരമണ്ഡലം എന്ന സങ്കല്പ പരിധി കടന്നു പോകേണ്ടിയിരിക്കുന്നുവെങ്കിലും സൗരമണ്ഡല പ്രാപ്തമായ ജീവന് ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് ശക്തമായ പ്രവൃത്തികൾ ചെയ്യുന്നതിനും ഉന്നതമായ ആർജിത ശേഷി കാരണമായി കേന്ദ്രമായി നിന്നുകൊണ്ട് സൂര്യൻ മറ്റ് ഗ്രഹങ്ങളെ നിയന്ത്രിച്ച് പ്രവർത്തിപ്പിക്കുന്നതുപോലെ മറ്റ് ജീവനുകളെ നിയന്ത്രിച്ച് പ്രവർത്തിപ്പിക്കാനും ആവുന്നു എന്ന് വരുന്നു. ഈ വിധത്തിൽ ഭൂമിയിൽ ശക്തമായ പ്രവർത്തന വൈഭവം പുറത്തെടുക്കുന്നവരും അനുഭവ സൗഭാഗ്യമുള്ള എല്ലാവരും തന്നെ ദേവസ്ഥാനത്ത് എത്തി നിൽക്കുന്ന ജീവനുകളാണ്, അഥവാ സൗരമണ്ഡല പ്രാപ്തമായ ജീവനുകളാണ്. എത്ര തന്നെ ആഗ്രഹിച്ച് കഠിനമായി ശ്രമിച്ചാലും എല്ലാ മനുഷ്യർക്കും ഉയർന്ന പ്രവർത്തനശേഷി ആർജിക്കുന്നതിനും അനുഭവ സൗഭാഗ്യങ്ങൾ സാധ്യമാക്കുന്നതിനും പറ്റാതെ പോകുന്നത് ഒരു ജീവൻ പ്രവൃത്തി കൊണ്ടും അത് മുഖാന്തരമുള്ള അനുഭവ ഗുണം കൊണ്ടും മനസ്സുകൊണ്ടും ദേവസ്ഥാനം പ്രാപിക്കുന്നതിന് കഴിയാത്തതായിരിക്കുന്നു എന്നതിനാലാണ്. ഉജ്ജ്വലമായ പ്രവർത്തനക്ഷമത എന്ന നിലയിൽ സൂര്യമണ്ഡല പ്രാപ്തി സാധ്യമായ ജീവശേഷികൾക്ക് ആഗ്രഹിക്കുന്നതെന്തും എന്ന് പറയാവുന്ന വിധത്തിൽ പലതും ചെയ്യുന്നതിനും അതിനൊത്ത അനുഭവ ഗുണങ്ങൾ ഉളവാക്കുന്നതിനും സാധിക്കുന്നതായി വരുന്നു. ഉയർന്ന പ്രവർത്തനശേഷിയും അനുഭവ സൗഭാഗ്യങ്ങളുമായി ജീവിക്കുന്നവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പക്ഷം ദേവന്മാരുടേതായ ജീവിതത്തെ സ്വജീവനിലേക്ക് പകർത്തി അതാക്കി മാറ്റുന്നവരായി മനസ്സിലാക്കാനാവുന്നു. ശക്തരെങ്കിലും ആത്മബലം കൊണ്ട് സൗരയൂഥ മണ്ഡലത്തിനപ്പുറം കടന്നു പോകാത്തവരായ ദേവപദവിയിൽ എത്തിയ ജീവനുകൾക്ക് ജീവനെപ്പറ്റിയും ലക്ഷ്യത്തെപ്പറ്റിയും സുവ്യക്തമായ വിവരണങ്ങൾ കൊടുക്കുന്നതിനും നേർവഴിക്ക് ആശ്രിതരെ നയിക്കുന്നതിനും സാധ്യമല്ലാതിരിക്കുകയും ചെയ്യുന്നു. സൂര്യൻ സ്വയം പ്രകാശിതവും ശക്തമായ പ്രവർത്തനക്ഷമതയും കൃത്യതയും ഉള്ളതാണെങ്കിലും ഗ്രഹങ്ങൾ സൂര്യനെ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ സൂര്യനും അതിൻ്റെ നിലനിൽപ്പിന് കാരണമായ ക്ഷീരപഥ കേന്ദ്രത്തെ ആശ്രയിച്ച് ഭ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്നത് ഈ കാലത്തിൻ്റെ അറിവാണ്. കാരണമില്ലാതെ യാതൊരു കാര്യവും ഉത്ഭവിക്കുന്നില്ല. കാരണം എന്നത് അദൃശ്യതയും അവ്യക്തതയും കാര്യം മാത്രം ദൃശ്യതയും പ്രവർത്തനതരമായ വ്യക്തതയും ആയിരിക്കുകയും ചെയ്യുന്നു. സ്വന്തം നിലനിൽപ്പിനായി സൂര്യൻ ക്ഷീരപഥം എന്ന മറ്റൊരു കേന്ദ്രത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടുതന്നെ സൗരമണ്ഡലത്തിൽ എത്തുന്ന ദേവശേഷികളായ ജീവനുകൾക്ക് പുനർജനിക്കേണ്ടുന്നതായും വീണ്ടും പ്രവർത്തിച്ച് പ്രപഞ്ചകാരണോർജമായി നിലകൊള്ളുന്ന വൈഭവം എന്ന അവസ്ഥയെ ലക്ഷ്യം വെച്ച് മുന്നേറി അതാത് പൂർത്തീകരണങ്ങളായ സൂക്ഷ്മ മണ്ഡലങ്ങൾ കടന്നു പോകേണ്ടതായും ഇരിക്കുന്നു. ഭാരതീയ ചിന്തയുടെ ഭാഗമായ ആധ്യാത്മിക സങ്കല്പത്തിലൂടെ വീക്ഷിച്ചാലും ദേവീദേവന്മാരായി കണക്കാക്കപ്പെടുന്ന സാധാരണ മനുഷ്യരുടെ ആശ്രയമൂർത്തികളാരും ഇത്തരത്തിലുള്ള ഒരു മുക്തിക്ക് പ്രാപ്തമാവുന്നതായി ബോധ്യപ്പെടാൻ ആവുന്നില്ല. മുക്തിക്ക് പ്രാപ്തമാവുന്നില്ല അഥവാ കാരണോർജം എന്ന നിലയിലേക്ക് എത്തുന്നില്ല എന്നത് നിമിത്തം ദേവന്മാർക്ക് പ്രവർത്തിക്കുന്നതിനും ലക്ഷ്യം പ്രാപിക്കുന്നതിനുമായി പൂർണ്ണ പരിണാമ രൂപമായ മനുഷ്യനായി വീണ്ടും ജനിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്നു. ഓരോന്നിനും ഓരോ അവസ്ഥയ്ക്കും എന്തിനും ബാധകമായിരിക്കുന്നതുപോലെ ദേവാവസ്ഥയിലുള്ള ജീവനുകൾക്ക് മനുഷ്യനായി ജനിക്കുന്നതിനും പ്രവർത്തിച്ച് നിൽക്കുന്നതിനും യോജ്യമാകും വിധം കാലവും സാഹചര്യവും ഉണ്ടാവുന്നു എന്ന് വരുന്നു. പൂർണ്ണതയോളം എത്താത്തതെങ്കിലും മനുഷ്യചരിത്രത്തോളം പഴക്കമുള്ള സമയബന്ധിതമായ ജീവപ്രവർത്തനങ്ങളുടെ പൊരുളന്വേഷണവുമായി ഏറെ മുമ്പോട്ടു പോയിട്ടുള്ള ഭാരതീയ ചിന്ത ജീവന്റെ പരബ്രഹ്മ ലയനത്തോടെയാണ് ജന്മാന്തരങ്ങൾ താണ്ടുന്ന ജീവിതം എന്ന സമസ്യയുടെ പൂരണം സാധ്യമാക്കുന്നത്. ബ്രഹ്മത്തെ എല്ലാറ്റിനും കാരണമായിരിക്കുന്നതും എല്ലാമായിരിക്കുന്നതുമായി സ്ഥാപിക്കുന്ന ദർശനത്തിനു പക്ഷേ പ്രപഞ്ച ഘടന എന്നത് മിക്കവാറും അവ്യക്തത തന്നെയായി നിലകൊള്ളുന്നു. അസംഖ്യങ്ങളായ നക്ഷത്രങ്ങളുടെ വിന്യാസത്തെക്കുറിച്ചോ നക്ഷത്രങ്ങളുടെ സമന്വയമായ നക്ഷത്രമണ്ഡലങ്ങളെക്കുറിച്ചോ
നക്ഷത്രമണ്ഡലങ്ങൾ ചേരുന്ന ഘടനയെക്കുറിച്ചോ ഒന്നും ബ്രഹ്മസങ്കല്പത്തിൽ വ്യക്തത ഉണ്ടെന്ന് വരുന്നില്ല. ഭാവനാപരമായ വിശാലതകൾ ഒഴിച്ചാൽ കാരണപരമായും ഘടനാപരമായും തികഞ്ഞ അവ്യക്തതകളുമായി നിലകൊള്ളുന്ന ബ്രഹ്മസങ്കല്പത്തിൽ അന്തിമമായി എത്തിച്ചേരുന്ന ജീവശേഷികൾ എന്തിനു വേണ്ടി അവിടെ എത്തുന്നു എന്നതിനെക്കുറിച്ചും അവ്യക്തത നിലനിൽക്കുന്നു. ജീവനുകൾ അന്തിമമായി ബ്രഹ്മത്തിൽ ലയിക്കുന്ന അവസ്ഥയെ കേവലമായ മുക്തി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനു മാത്രമേ സാധിക്കുന്നുള്ളൂ താനും. കഥാപരവും വിശകലനതരവുമായി ഭാവനാമണ്ഡലം എത്ര തന്നെ വികസിച്ചാലും വർണ്ണാഭമായിരുന്നാലും അവസാനത്തോളം കാണാനാവുമ്പോൾ തിരിച്ചറിയാനാവുന്ന സത്യം എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ അവസ്ഥകളും സമയബന്ധിതം ആയിരിക്കുന്നു എന്ന് മാത്രമാണ്. സകലതിൻ്റെയും ഉത്ഭവവും പ്രവർത്തന വികാസങ്ങളും അവസാനവും സമയബന്ധിതമായി മാത്രം സംഭവിക്കാൻ കഴിയുന്ന വിധവുമാണ്. അവസാനത്തിന് ശേഷം വീണ്ടും ഒരു ഉത്ഭവം സാധ്യമായാൽ അവിടം മുതൽ സമയം എന്ന പ്രതിഭാസത്തിന് പുനർജന്മം പ്രാപ്യമാവുന്ന അനുഭവം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അനന്തശൂന്യതയിൽ സംഭവിക്കുന്ന ഏതൊരു തരമായ ഉത്ഭവവും സമയത്തിൻ്റെ ആരംഭം കുറിക്കുകയും ആ പ്രവർത്തനങ്ങൾ കാലത്തെ നിർണയിക്കുകയും ചെയ്യുന്നു.